ഇപ്പോൾ അർജുന്റെ മൃതദേഹം കാർവാറിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇനിയും അടുത്തത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണല്ലോ അടുത്ത പടി. ശ്രീനാഥ്. കാർവാറിലെ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആംബുലൻസിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് ഇറക്കി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്യും. ആ പോലീസ് സ്റ്റേഷനിൽ ഒരല്പസമയം കുറച്ച് പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ആംബുലൻസിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ നടപടിക്രമങ്ങളും കൂടി പൂർത്തിയാക്കി ഇപ്പോൾ ആംബുലൻസ് കാർവാറിലെ ആശുപത്രിയിലേക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം മാറ്റുകയും ചെയ്യും. ഇനി DNA പരിശോധനാ ഫലം ലഭിക്കും വരെ ഇവിടെ തന്നെയായിരിക്കും മൃതദേഹം സൂക്ഷിക്കുക. അതിനുശേഷം ഫലം ലഭിച്ചതിന് ശേഷം ഇവിടെ നിന്ന് കേരളത്തിലേക്ക് മൃതദേഹം അതിവേഗം വിട്ടുകൊടുക്കാനുള്ള നടപടിയും ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ കാർവാറിലെ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, മോർച്ചറിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. മൃതദേഹം ഇപ്പോഴും ആംബുലൻസിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഈ മോർച്ചറി അധികൃതർ എത്തിയതിന് ശേഷം ഇങ്ങോട്ട് മാറ്റുകയും ചെയ്യും. പോലീസ് അധികാരികൾ, ഇതുമായി ഉത്തരവാദിത്തപ്പെട്ട പോലീസ് അധികാരികൾ കൂടി എത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ആ നടപടി കൂടി പൂർത്തീകരിക്കുക. പിന്നീട് മൃതദേഹം ഇവിടെ വരും ദിവസങ്ങളിലും സൂക്ഷിക്കുകയും ചെയ്യും. 2 ദിവസത്തിനകം തന്നെ പരമാവധി വേഗത്തിൽ DNA പരിശോധന ഫലം ലഭിക്കും എന്നതാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അത് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികളും ഉണ്ടാകും. മംഗലാപുരത്തെ ലാബിൽ നിന്നാണ് ഇനിയിപ്പോൾ DNA പരിശോധന നടത്തേണ്ടതുള്ളത്. ആ പരിശോധനാ ഫലം അതിവേഗം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുക. മൃതദേഹം ഇപ്പോൾ കാർവാറിലേക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റുന്ന നടപടി മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങൾ, പോലീസുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ നടപടിക്രമങ്ങളൊക്കെ വരും വഴി പൂർത്തിയാക്കിയാണ് ഇപ്പോൾ മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇനിയിപ്പോൾ മോർച്ചറി അധികൃതർ, ആശുപത്രി അധികൃതർ കൂടി എത്തി, പോലീസ് കൂടി എത്തി, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് കാർവാറിലേക്ക് ഷിരൂരിൽ നിന്ന് ഏതാണ്ട് 10-30 കിലോമീറ്റർ ദൂരമുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര ദൂരം യാത്ര ചെയ്താണ് ഇങ്ങോട്ട് എത്തിയത്. നേരത്തെ അങ്കോളയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സൂചനകളുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു വ്യക്തത വന്നു. കാർവാറിലേക്ക് തന്നെ കൊണ്ടുവരും എന്ന് അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ കാർവാറിലെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാർവാറിലെ ജില്ലാ ആശുപത്രി മോർച്ചറിക്ക് മുന്നിലാണ്. ഈ മോർച്ചറിക്ക് അകത്തേക്ക് ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ മൃതദേഹം മാറ്റുകയും ചെയ്യും. ശ്രീനാഥ്, ഇനിയും അടുത്ത നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ. ഈ DNA പരിശോധനയ്ക്ക് എടുക്കുന്ന ഒരു സമയം, ഈ സാമ്പിൾ ശേഖരിക്കുക, അതൊക്കെ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ടല്ലോ. അതിനൊരു സമയക്രമം 2 ദിവസം എന്നൊക്കെ നേരത്തെ ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ സാമ്പിൾ ശേഖരിച്ചുള്ള ടെസ്റ്റിനുള്ള നടപടികൾ സ്വീകരിക്കുമല്ലോ അല്ലെ ശ്രീനാഥ്? നേരത്തെ തന്നെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് DNA സാമ്പിൾ ശേഖരിച്ചു എന്നതാണ് ജില്ലാ കളക്ടറുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ പിന്നീട് ഈ മൃതദേഹത്തിൽ നിന്നുള്ള സാമ്പിൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും പിന്നീട് മംഗലാപുരത്തേക്ക് പരിശോധനയ്ക്ക് വേണ്ടി, ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി, DNA പരിശോധനയ്ക്ക് വേണ്ടി അയക്കുകയും ചെയ്യും. ആ നടപടിക്രമം സാധാരണഗതിയിൽ പരമാവധി 2 ദിവസം എന്നതാണ് ജില്ലാ കളക്ടർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പരമാവധി 2 ദിവസം. ആ 2 ദിവസത്തിനകം തന്നെ പരിശോധനാ ഫലം കിട്ടുകയാണെങ്കിൽ നാളെയല്ല മറ്റന്നാൾ ഒരുപക്ഷെ അതിവേഗത്തിൽ ഈ നടപടികൾ പൂർത്തിയാകുമെങ്കിൽ മറ്റന്നാൾ തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ആ നടപടിക്രമങ്ങളിൽ ഇനിയിപ്പോൾ വലിയ കാലതാമസം വേണ്ട എന്നുള്ളതാണ്. അത് വളരെ വേഗത്തിൽ ചെയ്തു തീർക്കണം എന്നത് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ താല്പര്യവും. കുടുംബം ഒരു ഘട്ടത്തിൽ DNA പരിശോധന ഇല്ലാതെ തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ നടപടിക്രമങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് അതിലൊരു വിട്ടുവീഴ്ച, പിന്നീട് മുന്നോട്ടുള്ള പല കാര്യങ്ങളിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ജില്ലാ ഭരണം അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. ആ 2 ദിവസത്തെ കാലതാമസം കൂടി ഇനി വരും എന്നത് സത്യമാണ്. പക്ഷേ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ആ തരത്തിൽ അത്യാവശ്യവുമാണ്. അതുകൊണ്ട് ഇപ്പോൾ മോർച്ചറിയിലേക്ക്, ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ മോർച്ചറിക്ക് അകത്തേക്ക് മൃതദേഹം മാറ്റേണ്ടതുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ വരേണ്ടതുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നേരത്തെ ആംബുലൻസിനൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറും മറ്റ് സഹായികളും മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഷിരൂരിലെ പോലീസ് കൂടി എത്തിയതിനു ശേഷം, പോലീസ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയതിനു ശേഷം പിന്നീട്
പിന്നീട് ഇവിടേക്ക് എത്തിയതിനു ശേഷം മറ്റു നടപടിക്രമങ്ങൾ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ കൂടി വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും. അതിനുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ്. ഇപ്പോൾ ആംബുലൻസ് ഏതായാലും മോർച്ചറിക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. കാർവാറിലെ ജില്ലാ ആശുപത്രിയിലേക്ക് ഇപ്പോൾ അർജുന്റെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. DNA പരിശോധനയാണ് ഇനി നടത്തേണ്ടത്. 2 ദിവസം അതിനായി എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക.